ശനി അവർക്ക് ദോഷം ചെയ്യുന്നുണ്ടെങ്കിലും ഈ പറയുന്ന സമയത്ത് അവർക്ക് വ്യാഴം ഗുണം കൊണ്ടുവരുന്നുണ്ട്. കർമ്മത്തിലേക്ക് വ്യാഴം മാറുക എന്ന് പറയുമ്പോൾ തന്നെ പല വെല്ലുവിളികളും ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള കാലങ്ങളാണ്. ജോലിക്ക് പോവാം, ജോലി ഉണ്ടെങ്കിൽ പോലും ജോലിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ കർമ്മം അവരെ ബ്ലോക്ക് ചെയ്യുകയാണ്. വാക്കുകൾ കൊണ്ട് മുൻകോപം കൊണ്ടുമൊക്കെ പല ദോഷങ്ങളും അവർക്ക് വരാം. അതിൽ പിടിച്ചു കയറി ഇവർക്ക് രക്ഷപ്പെടാനും ഒക്കെയുള്ള ഒരു സമയം തന്നെയാണ് തുലാം രാശിക്കാർക്ക്. അതുകൊണ്ട് വൃശ്ചികം രാശിക്കാർ വളരെ വിജിലൻ്റ് ആയിട്ടിരിക്കേണ്ട ഒരു സമയമാണ് വ്യാഴമാറ്റം. ഇപ്പോൾ ശനിദശയ്ക്ക് ശാസ്തായന്ത്രം ധരിക്കാം. വേറെ ഏതെങ്കിലും ദോഷം, ഇപ്പോൾ ധനാകർഷണ യന്ത്രങ്ങളുണ്ട്. അടുത്തത് ചിങ്ങൻ രാശിയാണ്. ചിങ്ങൻ രാശിക്കാർക്ക് അഷ്ടമത്തിലാണ് ഇപ്പോൾ ശനി സഞ്ചരിക്കുന്നത്. അഷ്ടമത്തിലെ ശനി എന്ന് പറഞ്ഞാൽ രോഗദുരിതങ്ങൾ എന്നാണ് പറയുന്നത്. എങ്കിലും വ്യാഴം അവർക്ക് ഗുണം കൊണ്ടുതരുന്നുണ്ട്. കാരണം 10-ൽ നിന്ന് അവർക്ക് 11-ലേക്ക് വ്യാഴം കയറുന്നു. അവരുടെ ഈ 11-ലെ വ്യാഴം എന്ന് പറയുന്നത് ഇപ്പോൾ 10-ൽ കർമ്മത്തിലായിരുന്നു അവർക്ക് വ്യാഴം. അതുകൊണ്ട് സ്ഥാനഭ്രംശം വന്നവരുണ്ട്, തൊഴിൽ പോയവരുണ്ട്, പണം കിട്ടാതിരുന്നവരുണ്ട്, പണം ചെയ്ത പണിയുടെ പോലും പണം കിട്ടാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് 11-ലേക്ക് വ്യാഴം മാറുന്നു എന്ന് പറയുമ്പോൾ ജോലി തേടുന്നവർക്ക്, ചെറുതായിട്ടാണെങ്കിലും ജോലി തേടുന്നവർക്ക് തൊഴിൽ കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. ശനി അവർക്ക് ദോഷം ചെയ്യുന്നുണ്ടെങ്കിലും ഈ പറയുന്ന സമയത്ത് അവർക്ക് വ്യാഴം ഗുണം കൊണ്ടുവരുന്നുണ്ട്. ചെറുതായിട്ട് സംരംഭകരുണ്ടല്ലോ, തൊഴിൽ സംരംഭം ചെയ്യുന്ന ചെറുകിട തൊഴിൽ, അവർക്കൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും തുടങ്ങാം. അല്ലെങ്കിൽ എന്തെങ്കിലും തുടങ്ങി വെച്ചിട്ടുള്ളതിൽ നിന്ന് അവർക്ക് കുറച്ചുകൂടെ ധനലാഭം, അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ വരുന്നുണ്ട്. ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾക്ക് സ്ഥലം മാറ്റം, അതുപോലെ തന്നെ ശമ്പള വർധനവൊക്കെ കിട്ടാം. ഇതുവരെ ഉദ്ദേശിച്ച രീതിയിൽ സ്ഥാനക്കയറ്റമൊന്നും കിട്ടാതിരുന്നവർക്ക് പ്രമോഷനൊക്കെ വരുന്നുണ്ട്, സർക്കാർ ജോലിക്കാർക്കൊക്കെ. പിന്നെ യുവജനങ്ങളുടെ വിവാഹമൊക്കെ തീരുമാനമാവാതിരുന്ന ഈ ചിങ്ങൻ രാശിക്കാർക്ക് ഗോചരവശാൽ അവർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ജാതകവശാൽ വിവാഹത്തിന് സമയമായിട്ടില്ലെങ്കിൽ പോലും ഗോചരവശാൽ അവർക്കിപ്പോൾ വിവാഹമൊക്കെ പ്രതീക്ഷിക്കാം. വ്യാപാര വ്യവസായികളായിട്ടുള്ള ചെറുകിട വ്യാപാര വ്യവസായികളും വൻകിട വ്യാപാര വ്യവസായികൾക്കൊക്കെ കർമ്മത്തിൽ പുരോഗതി വരുന്നുണ്ട്. ബിസിനസ്സിലൊക്കെ പൊതുവെ ധനലാഭം ഉണ്ടാകുന്നൊരു അവസ്ഥ തന്നെയാണ്. കുടുംബത്തിലാണെങ്കിലും ഭക്ഷണസുഖം, ആഹാരസുഖമൊക്കെ അവർക്ക് കിട്ടാം. കുടുംബത്തിൽ നേരത്തെ ഭക്ഷണം വെച്ചാൽ കഴിക്കാൻ പറ്റാതിരുന്നവർക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെയുള്ള സാധ്യതകളൊക്കെ വരാം. പൊതുവേ അവർക്ക് മനസ്സിനും എല്ലാ കാര്യത്തിനും ചുറ്റുവട്ടത്തുള്ള എല്ലാ കാര്യങ്ങളും ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഗുണം കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ചിങ്ങരാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം കൊണ്ട് ചിങ്ങരാശി എന്ന് പറയുന്നത് എല്ലാവർക്കും കേൾക്കുമ്പോൾ തന്നെ വളരെ ഒരു എന്താ പറയുക പ്രതീക്ഷയുള്ള രാശിയാണ്. കഴിഞ്ഞ വർഷവും അവർക്ക് നല്ല സമയമായിരുന്നു. അതിനേക്കാളും കുറച്ചുകൂടി നല്ല കാലങ്ങളാണ് ഈ ശനി 7-ലാണ്. ചിലവർക്ക് 7-ലെ ശനി ബാധിച്ചിട്ടുണ്ട്. കുടുംബകാര്യങ്ങളിലൊക്കെ ചില 7-ലെ ശനി അവർക്ക് ബാധിച്ചിട്ടുണ്ട് ചിങ്ങൻ രാശിക്കാർക്ക്. പക്ഷേ ഇപ്പോൾ ശനി 8-ലാണ്. അഷ്ടമത്തിലെ ശനി എന്ന് പറയുന്ന ദുരിതങ്ങളും ആണെങ്കിലും എനിക്കറിയാവുന്ന മിക്കവാറും ചിങ്ങൻ രാശിക്കാർക്കും വലിയ കുഴപ്പമില്ലാതെയൊക്കെ തട്ടിമുട്ടിയും പോകുന്നുണ്ട്. അവർക്കിപ്പോൾ വ്യാഴം കൂടെ നല്ലത് കൊണ്ടുവരുന്നുണ്ട്. ഈ കൊല്ലം അവർക്ക് നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. വ്യാഴമാറ്റം വിഷുബലം അവർക്ക് നല്ലതാണ്. വിഷുബലം ചിങ്ങൻ രാശിക്കാർക്ക് ഗുണം കൊണ്ടുവരും. ഒരുപാട് ഗുണങ്ങളുണ്ട്. അതെ. എന്തായാലും നല്ലത് മാത്രം വരട്ടെ. അടുത്ത രാശി പിന്നെ കന്നിരാശിയാണ്. കന്നിരാശിയുടെ വ്യാഴമാറ്റം എന്ന് പറയുന്നത് ഉത്രം മുക്കാലും അത്തം ചിത്തിര നക്ഷത്രക്കാരാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് ശനി മാറി വ്യാഴം മാറിയിട്ടൊന്നും ഗുണം കിട്ടാതിരിക്കുന്ന കന്നിരാശിക്കാരുണ്ട് കുറേ പേര്. ഇവർക്ക് വ്യാഴം 9-ൽ നിന്ന് 10-ൽ കർമ്മത്തിലേക്കാണ് വ്യാഴം കയറുന്നത്. കർമ്മത്തിലേക്ക് വ്യാഴം മാറുക എന്ന് പറയുമ്പോൾ തന്നെ പല വെല്ലുവിളികളും ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള കാലങ്ങളാണ്. അവർ കർമ്മത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും പൊതുവെ വെല്ലുവിളികളൊക്കെയാണ് ഏറ്റെടുക്കുന്നത്. ചിലവർക്ക് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ലാത്ത സമയമാണ് ഇപ്പോൾ. ചിലവർക്ക് ഉദര രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടാവാം. 10-ലെ കർമ്മത്തിലെന്ന് പറയുമ്പോൾ ജോലിക്ക് പോവാം, ജോലി ഉണ്ടെങ്കിൽ പോലും ജോലിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ കർമ്മം അവരെ ബ്ലോക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ രീതിയിൽ ഉദര രോഗങ്ങളായിട്ടും മറ്റു പല വെല്ലുവിളികളൊക്കെ അവർക്ക് വരുന്നുണ്ട്. ജീവിതത്തിൽ പലരെയും ആശ്രയിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളുകളുണ്ട്. എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്നവർ, സാമ്പത്തികമാണെങ്കിലും സ്പിരിച്വൽ ആണെങ്കിലും എന്ത് കാര്യത്തിലും അത് മാറ്റിയിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഡിപ്പെൻഡിങ് എന്നുള്ളത് കുറച്ചിട്ട് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. വാക്കുകളും പ്രവൃത്തികളും സൂക്ഷിച്ചുപയോഗിക്കുക. വാക്കുകൾ കൊണ്ട് മുൻകോപം കൊണ്ടുമൊക്കെ പല ദോഷങ്ങളും അവർക്ക് വരാം ഈ സമയത്ത്. ചിലപ്പോൾ അവർ ചെയ്യുന്ന ജോലിയിൽ അവർ പറയുന്ന വാക്കുകൾ കൊണ്ട് തന്നെ ആ ജോലി നഷ്ടപ്പെടേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. സ്ഥാനഭ്രംശം വന്നു ചേരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ ഒരു ചെറിയ രീതിയിൽ ജോലി ചെയ്യാൻ പറ്റാത്തവർ ഈ വിദേശത്തൊക്കെ പോയിട്ട് കണ്ട സൂപ്പർ മാർക്കറ്റിലും കണ്ട കടയിലും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് പോലും അവരുടെ തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ ഇവിടെ ഒരു കുടുംബത്തിൻ്റെ സാധ്യത അനുസരിച്ച് ഇവിടെ ചെറിയ ജോലി ചെയ്യില്ല. പക്ഷെ അവർ വിദേശത്ത് ചെയ്യുന്നത് ഇതുപോലെയുള്ള ചെറിയ ജോലികളായിരിക്കാം. അപ്പോൾ അത് പോലും നഷ്ടപ്പെടാനുള്ള അവസരങ്ങൾ ഇവരുടെ വാക്കും പ്രവൃത്തികൾ കൊണ്ട് വന്നു ചേരുന്നുണ്ട്. ചില കൂട്ടുകെട്ടുകൾ അപവാദത്തിനിടയാവുന്നുണ്ട്. ഇവർ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കന്നിരാശിക്കാർ ഇടപെടുന്ന കൂട്ടുകെട്ട് ഇവർക്ക് മോശമായിട്ടുള്ള അപവാദത്തിനും ദുഷ്കീർത്തിക്കൊക്കെ യോഗം വരുന്നുണ്ട്. സാമൂഹ്യ രംഗത്ത് പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഇവരുടെ അപവാദത്തിനൊക്കെ പാത്രീഭവിക്കുന്ന ഒരു സമയമാണിപ്പോൾ. പ്രത്യേകിച്ച് ലഹരിയൊക്കെ ഉപയോഗിക്കുന്നവർ ലഹരി ഉപയോഗമൊക്കെ കുറച്ചില്ലെങ്കിൽ അത് ഇവർക്ക് കൂടുതൽ അപകട സാധ്യതകൾക്കൊക്കെ വഴിവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില വ്യാഴമാറ്റം ചിലവർക്ക് ഇന്നറായിട്ടുള്ള അസുഖങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഇവരുടെ തൊഴിലിൽ പോകാൻ പോലും പറ്റാതെ വരാം. അപ്പോൾ മാതാപിതാക്കളുടെയൊക്കെ ആ ഒരു അപ്രീതി സമ്പാദിക്കാതിരിക്കാൻ, ഗുരുജനങ്ങളുടെ അപ്രീതി സമ്പാദിക്കാതിരിക്കാനൊക്കെ നോക്കാം. 10-ൽ നിന്നുള്ള വ്യാഴം എന്ന് പറയുന്ന കർമ്മത്തിലായതുകൊണ്ട് കർമ്മത്തിന് പോകണമെങ്കിൽ നമ്മൾ ഫിസിക്കലി മെൻ്റലി ഓക്കെ ആയിരിക്കണം എന്നുള്ള കാര്യം കന്നിരാശിക്കാർ ശ്രദ്ധിക്കുക.
സന്തോഷം. ഈ കന്നിരാശിക്കാർക്ക് 2024 ഒരു മെജോറിറ്റി ആൾക്കാർക്ക് നല്ല സമയങ്ങളായിരുന്നു. അതെ അതെ 2025 കാലങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഈ വിഷുഫലം ഉൾപ്പെടെ കുറച്ച് പേര് പേടിപ്പെടുത്തലുകൾ കൂടെ കടന്നുപോയ സംഭവമായിരുന്നു. പക്ഷെ വേഴമാറ്റം ടീച്ചർ പറഞ്ഞ പോലെ നല്ലത് മാത്രം വരട്ടെ. അടുത്ത രാശിയിലേക്ക് പോകാം. അടുത്ത തുലാം രാശിയാണ്. തുലാം രാശി ചിത്തിര, അരയും, ചോതി, വിശാഖം, മുക്കാലുമാണ് വരുന്നത്. അവർക്ക് വ്യാഴം 8-ൽ നിന്ന് 9-ലേക്കാണ്. 9 ഭാഗ്യസ്ഥാനം തന്നെയാണ്. 8 അഷ്ടമത്തിലെ വ്യാഴമായിരുന്നു. അഷ്ടമത്തിലെ വ്യാഴം അവർക്ക് ദോഷം ചെയ്തിട്ടുണ്ട്. ചിലവർക്ക് കുടുംബ ബന്ധങ്ങൾ പോലും താറുമാറായിട്ടുണ്ട്. ചിലവർക്ക് കുടുംബക്കോടതിയിൽ കേസുകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. 8-ലെ വ്യാഴം മാക്സിമം അവരെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. അവർക്ക് വ്യാഴം ശനി 5-ൽ നിന്ന് 6-ലേക്കാണ് മാറിയിട്ടുള്ളത്. 5-ൽ ശനിയായിരുന്നെങ്കിലും വ്യാഴത്തിൻ്റെ ഗുണമൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. 9-ൽ എന്ന് പറയുമ്പോൾ ഈ 9-ൽ ഗോചരം ചെയ്യുന്ന വ്യാഴം ശരിക്ക് ഭാഗ്യസ്ഥാനത്തായതുകൊണ്ട് അതിൻ്റെ ഗുണം കിട്ടുമോ അറിയണമെങ്കിൽ അവരുടെ ജാതകവും കൂടെ അവർ നോക്കണം. കാരണം എല്ലാവർക്കും 9-ലെ വ്യാഴത്തിൻ്റെ ഗുണം കിട്ടാറില്ല സാധാരണയായിട്ട്. കുടുംബത്തിലെ ചില മംഗളകർമ്മങ്ങളൊക്കെ, മക്കളുടെ വിവാഹമോ നിശ്ചയമോ അല്ലെങ്കിൽ കുട്ടികളുടെ 28 അങ്ങനെയുള്ള മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനൊക്കെ ആയിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കൊക്കെ പഠന കാര്യത്തിൽ ഉയർച്ചയൊക്കെ വന്നു ചേരാം. പ്രണയകർത്താക്കളായിട്ടുള്ള ആളുകൾക്ക്, പ്രണയിച്ച് ഇതുവരെ നടന്നവർക്ക് കുടുംബത്തിൻ്റെ സഹായത്തോടു കൂടി ഗാന്ധർവ വിധി പ്രകാരമുള്ള വിവാഹം മാറിയിട്ട് ആചാര്യാനുസരണമുള്ള വിവാഹം നടക്കാനൊക്കെ യോഗം കാണുന്നുണ്ട്. വ്യാഴമാറ്റം ഗുണാനുഭവങ്ങൾ കൊണ്ടുവരുന്നൊരു കാലഘട്ടം തന്നെയാണ്. സാമൂഹിക രംഗത്തും പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന പൊതുവായിട്ടുള്ള ആളുകൾക്ക്, കലാകാരന്മാർക്കുമൊക്കെ ഗുണങ്ങൾ ഈ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഉന്നതരായ പലരുടെയും വ്യക്തികളുടെ ബന്ധം കൊണ്ടും അതുപോലെ തന്നെ സൗഹൃദം കൊണ്ടുമൊക്കെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ തുടങ്ങാനും അതിൽ പിടിച്ചു കയറി ഇവർക്ക് രക്ഷപ്പെടാനും ഒക്കെയുള്ള ഒരു സമയം തന്നെയാണ് തുലാം രാശിക്കാർക്ക്. സൗഹൃദങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. ഈ 9-ലെ വ്യാഴം അതിനുള്ള അനുകൂല അവസ്ഥ കൊണ്ടുവരുന്നുണ്ട്. വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സാധിക്കാം. പൊതുവേ കാലം അനുകൂലമായിട്ട് പോകുന്നൊരു കാലയളവ് തന്നെയാണ് തുലാം രാശിക്കാർക്ക് 9-ലെ വ്യാഴം. അതിനുള്ള ഗുണങ്ങൾ കിട്ടുമെന്നുള്ളത് ജാതക പരിശോധനയിലൂടെയും മറ്റ് പുറത്തുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കി വിശകലനം ചെയ്തതിന് ശേഷം ഈ വ്യാഴത്തിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കുന്നത് നന്നായിരിക്കും. സന്തോഷം. തുലാരാശിക്കാർ ഏറ്റവും കൂടുതൽ എന്താ പറയുക, സാമ്പത്തിക പ്രതീക്ഷയുള്ളവരാണ്. ഒരുപാട് ഭാഗ്യങ്ങൾ തേടി വരുന്ന ഒരു രാശിയും കൂടെ ആയിരുന്നു. കഴിഞ്ഞ വർഷം ഒരു ടീച്ചർ പറഞ്ഞ പോലെ ഒരുപാട് അനുഭവിച്ചവരാണ്. ഈ വർഷം അവർക്ക് നല്ലത് മാത്രം വരട്ടെ. അതിലുപരി അവരുടെ ജാതകവും ഗൃഹസ്ഥിതിയും നല്ലൊരു ജ്യോതിഷനെ കൊണ്ട് നോക്കിയതിന് ശേഷം പൂർണ്ണമായിട്ടും മുന്നോട്ട് പോവുക. അടുത്തത് വൃശ്ചികൻ രാശിയാണ്. വൃശ്ചികൻ രാശിയിലെ വിശാഖം, കാലും, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരുമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് 4-ൽ നിന്ന് ശനി മാറി 5-ലേക്ക് വന്നു. വ്യാഴം ഇവർക്ക് 7-ൽ നിന്ന് അഷ്ടമത്തിലേക്ക് കയറുകയാണ്. അഷ്ടമത്തിലെ വ്യാഴം ഈ പറഞ്ഞ പോലെ പകുതിയോടുകൂടി ഇവർക്ക് ദോഷാനുഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഒരു ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ്. സ്വന്തം എടുത്തുചാട്ടം കൊണ്ടും ആലോചനയില്ലാതെ പ്രവൃത്തി മൂലം ഇവർക്ക് ഒരുപാട് ദോഷങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ വിദേശത്തുള്ളവരാണെങ്കിലും ഇവിടെയുള്ളവരാണെങ്കിലും ഒക്കെ തന്നെ അവരുടെ പ്രവൃത്തികൾ ഒരുപാടുള്ള ആത്മവിശ്വാസം കൊണ്ടും ഇവർ ഞാൻ എന്തും ചെയ്താലുള്ള ഒരു വല്ലാത്തൊരു കോൺഫിഡൻസ് അവർക്ക് ഇതുവരെ ഉണ്ടായിരുന്നു. ആ കോൺഫിഡൻസ് കൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളും അനർത്ഥങ്ങൾക്കോ ആപത്തുകൾക്കൊക്കെ വഴിവെക്കാം. കുടുംബ ബന്ധങ്ങളിലൊക്കെ താളപ്പിഴകളുള്ള ആളുകളാണ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നതാണ്. കാരണം ഇവർക്ക് 8-ലെ വ്യാഴം, 4-ലെ ശനി മാറി 5-ലേക്ക് കയറിയെങ്കിലും ശനിയുടെ ഗുണം കിട്ടിത്തുടങ്ങിയിട്ടില്ല. അപ്പോൾ 8-ലേക്ക് വ്യാഴം വരും കൂടെ ചെയ്യുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ ഗോചരവശാൽ ദോഷാനുഭവങ്ങൾ കൂടിയിരിക്കാം. അതുകൊണ്ട് പലർക്കും ഈ തൃക്കേട്ട നക്ഷത്രക്കാരാണെങ്കിൽ തന്നെയും പലർക്കും ഇപ്പോൾ പല സ്ഥാനമാറ്റങ്ങൾ, സ്ഥാനഭ്രംശങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരൊന്ന് കൂടുതൽ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. പൊതുവെ എല്ലാ കാര്യത്തിലും ജാഗ്രത പുലർത്തുന്നത് ഈ വൃശ്ചികം രാശിക്കാർക്ക് നല്ലതാണ്. മേലധികാരികളായിട്ടുള്ള ആളുകളിൽ നിന്ന് താക്കീതുകളോ ശിക്ഷണ നടപടികളോ ഒക്കെ കിട്ടാം. അതുപോലെ തൻ്റേതായിട്ടുള്ള അല്ലാത്ത പ്രവൃത്തികൾ കൊണ്ട് തന്നെ ഇവർക്ക് ദോഷങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരാം. താൻ കൂടെ നിന്ന് കണ്ടു എന്നുള്ള കുറ്റം കൊണ്ട് തന്നെ ഇവർക്ക് ചിലപ്പോൾ ശിക്ഷണ നടപടികളൊക്കെ വരാം. അതുകൊണ്ട് തന്നെ സൗമ്യമായിട്ടുള്ള സംസാരവും പെരുമാറ്റവും വിവേകബുദ്ധിയും എല്ലായിടത്തും പ്രയോഗിക്കുകയാണെങ്കിൽ കുറേയൊക്കെ കാര്യങ്ങളും ദോഷങ്ങളും നമുക്ക് ഒഴിവായി കിട്ടും. അതുകൊണ്ട് വൃശ്ചികൻ രാശിക്കാർ വളരെ വിജിലൻ്റ് ആയിട്ടിരിക്കേണ്ട ഒരു സമയമാണ് വ്യാഴമാറ്റം 8-ലേക്ക് വ്യാഴം മാറുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു കാലം ആവട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. കാരണം ഒരുപാട് ദോഷങ്ങൾ അവർക്ക് വരുന്നുണ്ട്. ഈ ദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ അവർ എന്താ ചെയ്യേണ്ടത്? അല്ല, അവർക്ക് ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. അപ്പോൾ എല്ലാവരും പറയും ജാതകം ഇല്ലയെന്ന്. സമയം, ഡേറ്റ് ഓഫ് ബർത്തൊക്കെ അറിയാമെങ്കിൽ ഒന്ന് പരിശോധിക്കാം. എന്നിട്ട് പരിശോധിച്ചിട്ട് രാശിവശാലോ ജാതകവശാലോ അവരുടെ സമയം നോക്കിയിട്ട് അവരുടെ ഗ്രഹനിലയിൽ ദശാകാലം അന്തർദശാകാലം മോശമാണെങ്കിൽ അതിനെന്തെങ്കിലും വഴിപാടുകൾ ചെയ്യാം. ഏതെങ്കിലും നല്ല യന്ത്രങ്ങൾ ധരിക്കുന്നത് പോലും അവർക്ക് ഗുണം ചെയ്യും. ഇപ്പോൾ ശനിദശാകാലം ഉള്ളവന് 8-ലെ വ്യാഴവും കൂടെ ദോഷം ചെയ്യുമ്പോൾ മൊത്തത്തിൽ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ഇപ്പോൾ ശനിദശയ്ക്ക് ശാസ്ത്രയന്ത്രം ധരിക്കാം. വേറെ ഏതെങ്കിലും ഇപ്പോൾ ധനാകർഷണ യന്ത്രങ്ങളുണ്ട്. പലതരത്തിൽ യന്ത്രങ്ങളെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഉണ്ടാക്കി അത് സ്വാത്വികമായിട്ട് പൂജിച്ച് ജപിച്ച് കൊടുത്ത് അത് ധരിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം കിട്ടും. അപ്പോൾ അതിന് കഴിയുമെങ്കിൽ അത് ചെയ്യുക. ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റുന്നവരാണെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക. ഏത് മതസ്ഥരും അവരുടേതായ പ്രാർത്ഥനകളുണ്ട്.
പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ ഒന്ന് ചെയ്യാം. ഏതെങ്കിലും ഒരു ദിവസം ഒരു വ്രതം ഉപാസനയൊക്കെ എടുത്ത് ശാരീരികമായിട്ടുള്ള നെഗറ്റിവിറ്റി പോകാനാണ് ഉപാസന എടുക്കുന്നത്, വ്രതം എടുക്കുന്നത്. അതുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതൊക്കെ ഈ പറയുന്ന വൃശ്ചിക രാശിക്കാർക്ക് വളരെ നല്ലതായിരിക്കും. ഉപാസന ഇവർക്ക് വളരെ നല്ലതാണ്. കാരണം അവരുടെ ഇപ്പോൾ ഉള്ള ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ വ്യാഴാഴ്ച ദിവസം വ്യാഴാഴ്ച വ്രതം എടുക്കുന്നതൊക്കെ നല്ലതാണ്. എന്തായാലും ഈ വൃശ്ചിക രാശിക്കാർക്ക് നല്ലത് മാത്രം വരട്ടെ. അവർക്ക് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ദൈവാധീനം കൂട്ടുന്നതിന് വേണ്ടി ഉപാസനയിലേക്ക് കടക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. നന്ദി.